സദ്ഗുരുവേ ശരണം. ഇന്ന് രാവിലെ കന്യാകുമാരിയിൽ നിന്നും തുടങ്ങിയ ഗുരുധർമ്മ സത്യയാത്ര ഇപ്പോൾ കുമാരകോവിലിനടുത്തുള്ള ഒരു ദേവീക്ഷേത്രത്തിനടുത്ത് നിൽക്കുകയാണ്. ഈ ദേവീക്ഷേത്രം നമ്മുടെ ഗുരുവായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഗുരുവിൻ്റെ ആത്മീയ ചരിത്രം നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഗുരുവാണികളിലുണ്ട്. ഗുരുവിൻ്റെ ഗുരു പട്ടാണിസ്വാമികളും പട്ടാണിസ്വാമികളുടെ ശിഷ്യന്മാരും ഗുരു ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരുമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ തക്കല കോടതിയിൽ കിടന്നുറങ്ങുകയും പല ദിവസങ്ങളിലും ഈ പരിസര പ്രദേശങ്ങളിൽ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ സംസാരിക്കുന്നതിന് മുമ്പേ കാണുന്നത് കാട്ടുവാസാവി മലയാണ്. ഈ മലയും ഈ മലയുടെ ആപ്പോസിറ്റ് കാണുന്നതാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനടുത്ത് വന്നിരുന്നിട്ട് ശിഷ്യന്മാരുമായിട്ട് ധ്യാനിക്കാൻ പറയാണ്, പട്ടാണിസ്വാമികൾ ധ്യാനിക്കാൻ പറയാണ്. അങ്ങനെ ശിഷ്യന്മാരെല്ലാവരും കൂടെ ധ്യാനിക്കുമ്പോഴത്തേക്കും പട്ടാണിസ്വാമി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് ശിഷ്യന്മാർ പറയുന്നു കണ്ടു എന്ന് പറയുന്നു. എന്നാൽ ഗുരുവിനോട് ചോദിക്കും, നീ എന്തെങ്കിലും കണ്ടോടാന്ന് ചോദിക്കുമ്പം ഗുരു പറയും, ഞാനൊന്നും കണ്ടില്ല എന്ന് പറയും. പട്ടാണിസ്വാമി പറയും, നിൻ്റെ മുന്നിൽ ഇവരൊന്നും വരില്ല എന്ന് പറയണ ഒരു ചരിത്രമുണ്ട്. ഒരു തോർത്ത് എടുത്തിട്ട് കീറി അതിൻ്റെ ഒരു കഷ്ണം കൊടുത്തിട്ട് ഒരു അടിയും കൊടുത്ത് പിടിച്ച് തള്ളി വിട്ടതായിട്ടാണ്. നീ ഇനി എവിടെ വേണമെങ്കിലും വെക്കുമോ, നിനക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കോളും എന്ന് പറഞ്ഞ ഒരു ചരിത്രം കൊണ്ട് എനിക്ക് ഇത്രയും പറയാൻ അറിയാവൂ. ഇനിയുള്ള കാര്യങ്ങൾ പിന്നെ ഇതിൽ വേറൊരു കർമ്മം കൂടെ ഗുരുവിൻ്റെ ഗുരു ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിവിടെ നമുക്ക് പറയണത് നല്ലതല്ല. അത് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഗുരുവിൻ്റെ ചരിത്രം വായിക്കുമ്പോഴത്തേക്കും ആ വിഗ്രഹങ്ങളിൽ ഒരു കർമ്മം ചെയ്യാൻ പറഞ്ഞത് ഗുരുവാണി വായിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ നമ്മളാ യാത്ര ഇപ്പോൾ ഈ ഗുരുവിൻ്റെ ചരിത്രം ഉള്ള ഈ കുമാരകോവിലിനടുത്തുള്ള ഈ ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുകയാണ്. സദ്ഗുരുവേ ശരണം.